പാലക്കാടത്തെ യുവ നേതാവ് ബി.ജെ.പിയുടെ യുവ നേതാവ് പ്രശാന്ത് ശിവൻ, പാലക്കാടല്ല കേരളത്തിലെ യുവ നേതാവ്, അതെ, അദ്ദേഹം യുവ നേതാവ്. ശരിക്കും അദ്ദേഹത്തിനെ പ്രശാന്ത് ശിവനെ പ്രസിഡന്റ് ആക്കുമ്പോൾ ശരിക്കും ബി.ജെ.പി നേതൃത്വം അറിഞ്ഞു തന്നെ ഒരു നല്ല ചെറുപ്പക്കാരനെ കൊണ്ടുവന്നു എന്നതിന് നമുക്ക് ഒക്കെ വളരെ സന്തോഷം തോന്നി. കാര്യം വളരെ വൈബ്രന്റ് ആയ യങ്സ്റ്ററായ പിന്നെ നമ്മുടെ SFIയുടെ നേതാവായിരുന്ന ആർഷോയൊക്കെ നമ്മൾ കണ്ടല്ലോ ആ പരിപാടിയിൽ, നമ്മുടെ മനോരമയുടെ പരിപാടിയിൽ അയ്യപ്പദാസിനെയൊക്കെ തള്ളിയിട്ട് ഇടിച്ച് നിരത്താൻ പോയ സംഭവമൊക്കെ. ഏതായാലും വൈബ്രന്റ് ആയ നേതാവ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത് പാർട്ടി പറയുന്ന കാര്യങ്ങൾ എന്ത് ഏൽപ്പിച്ചാലും അത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ദൗത്യമെന്ന്. ശരിക്കും പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന യങ്സ്റ്ററെ കൊണ്ടുവരുമ്പോൾ പാലക്കാട് തന്നെ അദ്ദേഹത്തിനെ അവർ ആക്കുമ്പോൾ ഈ പാലക്കാട് പിടിക്കണം എന്ന ഒരു ദൗത്യം അവരുടെ മനസ്സിലുണ്ട്. അത് വ്യക്തമാകുന്ന രീതിയിലേക്കല്ലേ കാര്യങ്ങൾ. അതെ, BJP ഈ ജില്ലാ അടിസ്ഥാനത്തിലുള്ള ജില്ലാ അധ്യക്ഷന്മാരെ മാറ്റി അവർക്ക് മാത്രമായി ചില ജില്ലാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയ കൂട്ടത്തിലാണ് പ്രശാന്ത് ശിവനെ പാലക്കാട് ജില്ലാ അധ്യക്ഷനായി വെക്കുന്നത്. സ്വാഭാവികമായിട്ടും പാലക്കാട് നഗരസഭ അടങ്ങുന്ന മേഖലയുടെ അധ്യക്ഷൻ പ്രശാന്ത് ശിവനാണ്. പ്രശാന്ത് ശിവന്റെ ഈ അഗ്രസീവ് പൊളിറ്റിക്സ് ഉണ്ടല്ലോ ചേട്ടൻ പറഞ്ഞ, അതിനോട് എനിക്ക് ഒരു വിധത്തിലും യോജിക്കാൻ പറ്റുന്ന ഒരാളൊന്നുമല്ല. കാരണം ഒരു ചാനൽ ചർച്ചകളിൽ ഒരു വലിയ മാധ്യമങ്ങളുടെ 5 ക്യാമറകൾ നിൽക്കുന്നതിനിടയിൽ വന്ന് മറ്റൊരു പാർട്ടിയുടെ നേതാവിന് നേരെ കൈയോങ്ങുക, അതൊന്നും ഇല്ല. അതൊന്നും, പക്ഷെ അതൊരു രാഷ്ട്രീയ നേതാവിന്റെ പക്വതയായിട്ട് ഞാൻ അംഗീകരിക്കുന്നത്. പക്ഷേ പ്രശാന്ത് ശിവന്റെ ചില ഷോ ഓഫുകൾ ഉണ്ട്. ചില കോൺഗ്രസ് ഓഫീസിന്റെ മുന്നിൽ പോയിട്ട് ബുള്ളറ്റിന്റെ മേലിൽ കാലം കയറ്റി വെച്ചിട്ട് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാം, അതൊക്കെ ഒരു അക്രമ രാഷ്ട്രീയത്തിന്റെ വഴിയിലൂടെ പോകുന്നതാണ്. പിന്നെ പാലക്കാട് പോലെയുള്ള ഒരു സ്ഥലത്ത് അടിക്ക് മറുപടി മുറിപ്പത്തൽ ഇതാണ് ഒരു ലൈനെങ്കിൽ അത് ഓക്കെയാണ്. ഓക്കെ, പക്ഷെ അവിടെ അല്ല പ്രശ്നം. കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ശോഭാ സുരേന്ദ്രനും ഈ പറയപ്പെടുന്ന പ്രശാന്ത് ശിവനും നടത്തിയ 2 മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റുകളെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നോക്കൂ, 140 നിയോജക മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥികളാകാൻ വേണ്ടി പ്രത്യേകിച്ച് UDF-ലും LDF-ലും CPM-നുള്ളിലും ഒക്കെ വലിയ പിടിവലികളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ആ കാര്യത്തിലാണെങ്കിൽ CPIയോട് വലിയ മമതയുള്ളത്. ഇന്നലെ കൊല്ലം ജില്ലയിലെ സീറ്റുകളിലെല്ലാം, പത്തനംതിട്ട ജില്ലയിലെ സീറ്റുകളിലൊക്കെ ഒരുമാതിരി സീറ്റുകളിലൊക്കെ അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഞാൻ പുനലൂർ PS സുബാല് MLA ആയിരിക്കുന്ന മണ്ഡലത്തിൽ PS സുബാല് തന്നെയാണ് ഇതാഹമാണ് പുനലൂരിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ഷെയർ ചെയ്യുന്നു. ചിറ്റയം ഗോപകുമാർ തുടരും എന്ന് പറഞ്ഞെടുത്ത് അടൂരിൽ അദ്ദേഹം പുതിയ സ്ഥാനാർത്ഥി അദ്ദേഹം തന്നെ പോസ്റ്റർ ഇട്ട് അവതരിപ്പിക്കും. ഒരു തർക്കവുമില്ലാതെ അവര് സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ പൂർത്തീകരിച്ചു. BJPക്കുള്ളിലും ചില മണ്ഡലങ്ങളിൽ, അതായത് BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ചില തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നു എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരുന്ന ഒരു കാലമാണ്. ഇപ്പോൾ UDF-ൽ തന്നെ ചില മണ്ഡലങ്ങളിൽ മേൽ തർക്കം നടക്കുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് തന്നെ ആര് മത്സരിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും കൺഫ്യൂഷൻ നിൽക്കുകയാണ്. രമേശ് പിഷാരയുടെ പേര് കേൾക്കുന്നെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഷാഫി പറമ്പലിനെ പാലക്കാട് കൊണ്ടുവന്ന് വീണ്ടും മത്സരിപ്പിച്ചാലോ എന്നുള്ള ചർച്ചകളൊക്കെ പലയിടങ്ങളിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ഷാഫിയുടെ പേര് പലയിടത്താണ് കേൾക്കുന്നത്. കോഴിക്കോട് അല്ല, മുരളീധരൻ അദ്ദേഹം വട്ടിയൂർക്കാവ് ഫിക്സ് ആണ്. അപ്പോ സ്വാഭാവികമായും കെ മുരളീധരനോട് ഇനി പാർട്ടി മറ്റൊന്ന് ചെയ്യരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ അമൃത TV-യിലാണ് ഒരു ഇന്റർവ്യൂവിൽ കെ മുരളീധരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എന്താ ചെയ്തേ, വടകര MP ആയിരുന്നപ്പോ ഇവിടെ രാജഗോപാല് BJP അക്കൗണ്ട് തുറന്നു നിയമത്ത്. അപ്പൊ ആ അക്കൗണ്ട് കൂട്ടിക്കിടണം. പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടു, ജനങ്ങളും അത് ആഗ്രഹിക്കുന്നു എന്ന് തോന്നി. ഞാൻ അവിടെ പോയി മത്സരിച്ചു, ഞാൻ ഫൈറ്റ് ചെയ്ത് BJPയുടെ വോട്ട് പിടിച്ചു, CPM-കാരൻ ജയിച്ചു. വീണ്ടും ഞാൻ വടകര ഇരിക്കുമ്പോൾ പറഞ്ഞു തൃശ്ശൂർ മത്സരിക്കാൻ പറഞ്ഞു. ഞാൻ വന്ന് തൃശ്ശൂർ മത്സരിച്ചു, അവിടെ BJP ജയിച്ചു. എനിക്കൊന്നും ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. അത് പാർട്ടിക്ക് വേണ്ടി ജനങ്ങൾ ആഗ്രഹിച്ച ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം നിന്നത്. അപ്പോൾ വട്ടിയൂർക്കാവ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനുമായി വളരെ കണക്ട് ചെയ്ത ജനങ്ങളാണ്. അവിടുത്തെ ജനങ്ങളെ പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന സംവിധാനമാണ്. ഓക്കെ, അതല്ല വിഷയം. വട്ടിയൂർക്കാവല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം പാലക്കാടാണ്. ഇപ്പൊ പാലക്കാട് 25,000-ൽ പരം വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി ജയിച്ച സ്ഥാനാർത്ഥി ഇന്ന് സജീവ രാഷ്ട്രീയത്തിലില്ല. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞു. അദ്ദേഹം എന്തായാലും ഈ തവണ മത്സരിക്കില്ല. അപ്പോ സ്വാഭാവികമായിട്ട് BJPക്ക് അവിടെ ഒരു മേൽക്കൈയുണ്ട്. BJPക്ക് നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മേൽക്കൈയുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം സരിനല്ല മറ്റാര് മത്സരിച്ചാലും 3ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കാം എന്നുള്ളതേ ഉള്ളൂ. അവിടുത്തെ ഫൈറ്റ് ഈ പറയപ്പെടുന്ന UDF-ഉം BJP-യും തമ്മിലാണ്. അപ്പം സ്വാഭാവികമായും BJPക്ക് ഒരു നല്ല സ്ഥാനാർത്ഥി വന്നാൽ, നല്ല സ്ഥാനാർത്ഥി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ്സുകാരനും CPM-കാരനും ഒക്കെ വോട്ട് ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ നിഷ്പക്ഷർ കൂടുതലായി വോട്ട് ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥി വന്നാൽ BJPക്ക് ജയിക്കാൻ സാധിക്കുമെന്ന് ചുണ്ടിനും കപ്പിനും ഇടയിൽ ആ സീറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മെട്രോമാൻ E ശ്രീധരൻ അവിടെ തെളിയിച്ചിട്ടുള്ളത്. അദ്ദേഹം ജയിക്കേണ്ടതായിരുന്നു. പക്ഷെ ഷാഫി പറമ്പിൽ ആയതുകൊണ്ട് മാത്രം അദ്ദേഹം പരാജയപ്പെട്ടു. അപ്പൊ ഷാഫി പറമ്പിലോ രാഹുൽ മാങ്കൂട്ടത്തിലോ ഒന്നും ഇല്ലാത്തൊരു പാലക്കാടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ ഫൈറ്റിന്
BJP നിയമത്തെ തുടങ്ങി പിന്നീട് പൂട്ടിപ്പോയ ആ അക്കൗണ്ട് വീണ്ടും തുറക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് പാലക്കാടാണ്. അപ്പൊ ഈ പാലക്കാട് ആര് മത്സരിക്കും എന്നുള്ളതാണ്. അപ്പൊ പ്രശാന്ത് ശിവനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ നോക്കുമ്പോൾ എല്ലാ ആളുകളും ഇപ്പൊ സാധാരണ നമ്മൾ നോക്കുമ്പോൾ ഒരാൾ സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നു, സജീവമായി നിൽക്കുന്നു, ജില്ലാ അധ്യക്ഷനാണ്, ചെറുപ്പക്കാരനാണ്, ഇതുവരെ രാഷ്ട്രീയ ഈ മത്സര രംഗത്തേക്ക് വന്നിട്ടില്ല. സ്വാഭാവികമായും അയാൾക്ക് പാലക്കാട് മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടാകും. അയാൾക്ക് അർഹതയുണ്ട് കേട്ടോ. കാരണം ആ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് എന്റെ വ്യക്തിപരമായ വിയോജിപ്പാണ് ഞാൻ രേഖപ്പെടുത്തിയതെങ്കിൽ പോലും പ്രശാന്ത് ശിവനോട് മത്സരിക്കാൻ 100% അർഹതയുണ്ട്. കഴിഞ്ഞ പോയ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയിലേക്ക് അദ്ദേഹം മത്സരിക്കുമെന്നും അദ്ദേഹം ആ ഇലക്ഷൻ ക്യാമ്പയിൻ ലീഡ് ചെയ്യുമെന്നൊക്കെ പല ചർച്ചകളുണ്ടായപ്പോൾ അദ്ദേഹം തന്നെയാണ് മത്സര രംഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞു മാറുന്നത്. ഇവിടുത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ കായംകുളം മണ്ഡലം കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് വന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന കേരളത്തിൽ നിന്നുള്ള BJPയുടെ ഒരു വനിതാ നേതാവാണ്. ഇപ്പൊ കേരളത്തിലെ BJPയിലെ വനിതാ നേതാക്കന്മാരുടെ പേര് പറഞ്ഞാൽ ആദ്യം ശോഭാ സുരേന്ദ്രൻ, ഫസ്റ്റ് ശോഭാ സുരേന്ദ്രൻ. ആ ശോഭാ സുരേന്ദ്രന് ശേഷമേ ഉള്ളൂ താഴോട്ടുള്ള വനിതാ നേതാക്കന്മാരുടെ. ഇനി കേരളത്തിലെ BJPയിൽ നിന്നുള്ള 5 നേതാക്കന്മാരുടെ ലിംഗഭേദമില്ലാതെ പേര് പറയാൻ പറഞ്ഞാൽ അതിലൊന്ന് ശോഭാ സുരേന്ദ്രനാണ്. അല്ലെങ്കിൽ 3 പേരുടെ പേര് പറയാൻ പറഞ്ഞാലും സാധാരണക്കാരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന മുഖമാണ് ശോഭാ സുരേന്ദ്രൻ. അപ്പൊ ആ ശോഭാ സുരേന്ദ്രൻ നല്ലൊരു ഫൈറ്ററാണ്. ശോഭാ സുരേന്ദ്രൻ നല്ലൊരു ട്രെൻഡ് സെറ്ററാണ്. ആ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ഇടങ്ങളിലൊക്കെ ഇടതിനും വലതിനും ഒരുപോലെ ഭീഷണിയായിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് അടക്കം കായംകുളം അടക്കം പല മേഖലകളിലും പെനിട്രേറ്റ് ചെയ്ത് ഇടതിന്റെയും വലതിന്റെയും വോട്ട് ഒരേപോലെ BJPയുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ. കാണിച്ചു തന്നിട്ടുണ്ട് ഈ അടുത്ത സമയം വരെ. ഇനി KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരാളല്ലാതെ മറ്റാരെങ്കിലും അവിടെ മത്സരിച്ചിരുന്നെങ്കിൽ BJP ലോക്സഭയിൽ 2ാമത് അക്കൗണ്ട് തുറന്നതിനെയായിരുന്നു ഈ പറയപ്പെടുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ. അപ്പോ കായംകുളം BDJSന്റെ സീറ്റാണ് അവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ശോഭാ സുരേന്ദ്രനെ ഫൈറ്റ് ചെയ്യാൻ സാധിക്കുന്ന, ശോഭാ സുരേന്ദ്രന്റെ വ്യക്തിപരമായ ഫൈറ്റും പാർട്ടിയുടെ സപ്പോർട്ടും കൂടി ആകുമ്പോൾ മത്സരിക്കാൻ പറ്റുന്ന ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥലം പാലക്കാടാണ്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ചുവരെഴുതി. നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ ചുവരെഴുതിയത് നമ്മൾ കണ്ടു. അദ്ദേഹത്തിൽ ചുവരെഴുതി. സ്ഥാനാർത്ഥിയുടെ പേരില്ല, അവർക്ക് എഴുതാൻ ചിഹ്നമുണ്ട്. ഇപ്പൊ UDFന്റെ സ്ഥാനാർത്ഥികൾക്കും പറ്റുന്നതാണ്, ചിഹ്നമുണ്ട്, ബുക്ക് ചെയ്തിടാം. പക്ഷേ LDFന്റെ പല ഘടകകക്ഷികളും ഞങ്ങളുടെയൊക്കെ മണ്ഡലത്തിൽ പത്തനാപുരത്ത് ഗണേഷ് കുമാറിന്റെ പേരെഴുതി വെക്കും, ചിഹ്നം അടിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പൊ അയാൾ സീറ്റ് പുള്ളിക്കാണ്. പുള്ളി പലയിടത്തും അടിച്ചു വെക്കുന്ന വിഷയങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ പേരടിക്കുന്ന പോലെ തന്നെ പലതും അടിക്കുന്നുണ്ട്. അതൊക്കെ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ചുവരെഴുതുന്നു. തൊട്ടു പിന്നാലെ മാധ്യമങ്ങൾ പറയുകയാണ് ശോഭാ സുരേന്ദ്രന്റെ ഇന്നത്തെ പരിപാടിയിൽ നിന്ന് പ്രശാന്ത് ശിവൻ മാറി നിൽക്കും. മാധ്യമങ്ങൾ വാർത്തയടിക്കുന്നു. പിന്നീട് കാണുന്നത് ഈ ശോഭാ സുരേന്ദ്രനും ഈ പ്രശാന്ത് ശിവനും ഈ കഴിഞ്ഞ തവണത്തെ അവിടുത്തെ പാലക്കാട് സ്ഥാനാർത്ഥിയായ C കൃഷ്ണകുമാറും അടക്കം മാധ്യമങ്ങളെ കാണുകയാണ്. അന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്ന ഒരു വാചകമുണ്ട്, അത് ആത്മാർത്ഥമാണ്, ഹൃദയത്തിൽ നിന്ന് പറയുന്ന വാചകമാണ്. പ്രശാന്ത് ശിവൻ എന്ന് പറയുന്നത് എന്റെ മകന്റെ പ്രായമുള്ള ഞങ്ങളുടെ കൈത്തുമ്പ് പിടിച്ച് രാഷ്ട്രീയ കേരളത്തിലേക്ക് കടന്നു വന്ന ചെറുപ്പക്കാരനാണ്. നാളെ പാർട്ടി പറയുകയാണ് കണ്ണനാണ് ഇവിടുത്തെ, പ്രശാന്ത് ശിവനെ നല്ലവർ പറയുന്നത്, കണ്ണനാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥിയെങ്കിൽ ശോഭാ സുരേന്ദ്രൻ 2 ഷോ കണ്ണൻ അണിയിപ്പിച്ചിട്ട് അവന് വേണ്ടി ഞാൻ ഇവിടെ പ്രവർത്തിക്കും. തീർച്ചയായിട്ടും. തിരിച്ച് പ്രശാന്ത് ശിവനോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് മത്സര രംഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ഞാൻ. എന്റെ പാർട്ടി ആരെ നിശ്ചയിക്കുന്നു, എന്റെ പ്രസ്ഥാനത്തിന്റെ അവസാന നിരയിൽ നിൽക്കുന്ന അവസാനത്തെ ആളെയാണ് പാലക്കാട് മത്സരിപ്പിക്കുന്നതെങ്കിൽ അയാൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത അയാളുടെ വിജയം മാത്രം ലക്ഷ്യം വെച്ച് ഞാൻ മുന്നോട്ട് പോകുമെന്ന് പ്രശാന്ത് ശിവൻ പറയുന്നു. ഇന്നത്തെ രാഷ്ട്രീയ കേരളത്തിൽ ഇടതിന്റെയോ വലതിന്റെയോ BJPയുടെ, ഞാൻ വലുതായിട്ടങ്ങ് BJPയെ സപ്പോർട്ട് ചെയ്യുകയോ അവരുടെ വിജയ സാധ്യതയെ പറ്റി പറയുകയല്ല, ഇന്നത്തെ രാഷ്ട്രീയ കേരളത്തിൽ 2 പേരിങ്ങനെ ചേർന്ന് നിന്നിങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ മറ്റു പാർട്ടികളിൽ പറ്റില്ല. അതാണ് ഈ പാലക്കാടിന്റെ ഇപ്രാവശ്യത്തെ BJPയുടെ ഒരു ശക്തി. ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വരുമെന്ന് തന്നെയാണ് 99% പറഞ്ഞില്ലേ. അദ്ദേഹത്തിന് മറ്റു മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ സീറ്റ് ഉണ്ടാവും. എന്തായാലും പാലക്കാട് അദ്ദേഹത്തിന് വലിയ സ്കോപ്പ് ഇല്ല എന്നുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മനസ്സിലാക്കി തന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോക്സഭാ ഇലക്ഷൻ വന്നാലും C കൃഷ്ണകുമാർ, നിയമസഭ വന്നാലും ഇനി പിന്നെ ഒരു പാൽ ബൂത്ത് വന്നിരുന്നാലും അത് വിട്, അതൊക്കെ അവിടുത്തെ ഒരു പ്രാദേശിക രാഷ്ട്രീയത്തിന്റെ ഇതാണ്. ഇത് പ്രാദേശിക രാഷ്ട്രീയം വെച്ച് കളിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് കൂടെ പറയണമല്ലോ. BJPയെ സംബന്ധിച്ചിടത്തോളം BJP 30-40 സീറ്റൊക്കെ ലക്ഷ്യം വെക്കുന്നെങ്കിലും അവർക്ക് കിട്ടാവുന്ന സീറ്റുകൾ അവർക്ക് മുറുക്ക പിടിക്കാവുന്ന ഒരു സാധനമാണ്. അപ്പൊ ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് മത്സരിപ്പിച്ചാൽ ഉറപ്പായും കായംകുളം മറിക്കാൻ പറ്റുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ. BDJSന്റെ സീറ്റാണ്. ദെൻ പാലക്കാടാണ്. ഇനിയൊരു സൈലന്റ് വർക്ക് നടക്കുന്നുണ്ട്, നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത, മാധ്യമങ്ങളിൽ നിന്ന് മറഞ്ഞിരുന്നുകൊണ്ട് PR വർക്കുകൾ ഒന്നും സോഷ്യൽ മീഡിയയിൽ ഇല്ല. അതൊരു സൈലന്റ് വർക്ക് കേരളത്തിന്റെ അങ്ങേ വടക്കേ അറ്റത്ത് മഞ്ചേശ്വരത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അവിടെ കെ സുരേന്ദ്രൻ വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളുമായിട്ട് തീർച്ചയായിട്ടും. അവിടെ ഉണ്ട്. അത് അടിത്തട്ടിലുള്ളവർക്കാണ്. അപ്പൊ ഇവിടെ നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് പോലെ അപ്പൊ പാലക്കാട് കൂടി ഈ പറയപ്പെടുന്ന തരത്തിൽ അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം പലപ്പോഴും സ്ത്രീജനങ്ങൾക്കും കുട്ടികൾക്കും യുവാക്കൾക്കും അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കും ഒക്കെ വളരെ ഇഷ്ടമാണ്, ഒരു ആവേശം പകരുന്നതാണ്. അപ്പം പാലക്കാട്ടെ കാറ്റിനൊരു ഒരു വല്ലാത്ത ചൂടുണ്ട്. അപ്പൊ പാലക്കാടൻ രാഷ്ട്രീയത്തിനും ഒരു വല്ലാത്ത ചൂടുണ്ട്. എന്നും രാഷ്ട്രീയ കേരളത്തിൽ ഇങ്ങനെ കത്തി നിന്ന സ്ഥലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. ഒരു ഉഷ്ണക്കാറ്റ്, അത് രാഷ്ട്രീയ ഉഷ്ണക്കാറ്റാണ്. ആ ഉഷ്ണക്കാറ്റ് ഇത്തവണ ശോഭാ സുരേന്ദ്രൻ ആണെങ്കിൽ ആ കാറ്റിന് ഇച്ചിരി കൂടി ചൂട് അവിടെ കൂടും. ആ ചൂടൊന്ന് ശമിപ്പിക്കാൻ UDF ക്യാമ്പ് ആരെ ഇറക്കും എന്നുള്ളിടത്താണ്. ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വന്നാൽ ഹൈക്കമാൻഡിന് പോലും ഷാഫി പറമ്പിലിനെ മത്സരിപ്പിക്കേണ്ടെന്ന തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും. കാരണം ഒരു സിറ്റിംഗ് സീറ്റ് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് UDF സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും 42 1 പോയി 100 നോക്കി നിൽക്കുകയാണ്. പുതിയത് എങ്ങനെ കൊണ്ടുവരാമെന്ന് ആഗ്രഹിക്കുമ്പോൾ കയ്യിലിരിക്കുന്നത് നഷ്ടപ്പെടുത്താതിരിക്കാൻ എന്ത് വിലയും UDF കൊടുക്കും. അവിടെ പിടിച്ചെടുക്കാൻ ശോഭാ സുരേന്ദ്രൻ ഏത് അറ്റം വരെയും രാഷ്ട്രീയ കളികളുമായി പോവും. പ്രശാന്ത് ശിവനൊപ്പം നിൽക്കും, രാഷ്ട്രീയ സംവിധാനങ്ങളൊപ്പം നിൽക്കും. ഒരു വലിയ ടൈറ്റ് പോരാട്ടത്തിന് പാലക്കാട് വേദി ഒരുങ്ങുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ പാലക്കാട് നിയമസഭാ മണ്ഡലം ഇങ്ങനെ ചർച്ചയിലാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട്, അതായത് കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട 2 മണ്ഡലങ്ങളാണ് നേമവും പാലക്കാട്. BJP അക്കൗണ്ട് തുറക്കാൻ പോകുന്നു. ആ അക്കൗണ്ട് പൂട്ടാൻ ആര്? മെട്രോമാൻ ശ്രീധരന്റെ പോരാട്ടം. മെട്രോമാൻ ശ്രീധരൻ ഇലക്ഷൻ റിസൾട്ട് TV-യിൽ ഇങ്ങനെ മിന്നിമായുമ്പോ ഇങ്ങനെ ലീഡ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോ ഇവിടുത്തെ ഇടതിനും വളരെ ഒരുപോലെ പ്രാർത്ഥിച്ചതാണ്, ദൈവമേ ഷാഫി പറമ്പിൽ ജയിക്കണമേ. സത്യമാണ്, പോലും അവിടെ പ്രാർത്ഥിച്ചു. അവസാനം 3000 ശിഷ്ട വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ വിജയിച്ച് വന്ന പാലക്കാട്, ആ പാലക്കാട് ഒരു 2-2.5 വർഷങ്ങൾക്കിപ്പുറം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഷാഫി പറമ്പിൽ അങ്ങ് വടകരയ്ക്ക് പോകുന്നു. വീണ്ടും പാലക്കാട് ചർച്ചയിൽ നിറയുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. കേരളത്തിൽ മറ്റിടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം, സരിന്റെ CPM-ലേക്കുള്ള കടന്നുപോക്ക്, BJP-ക്കുള്ളിൽ ആരും സ്ഥാനാർത്ഥി ചർച്ചാ വിഷയങ്ങളിൽ നിറയുന്നു. അവസാനം 25,000 വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി ജയിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇരുകൈകളും നീട്ടി പാലക്കാട് സ്വീകരിക്കുന്നു. പിന്നീട് മാസങ്ങൾക്കിപ്പുറം ഈ പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ലൈംഗിക പീഡന ആരോപണം ഒരു സ്ക്രീൻഷോട്ട് വെച്ചുകൊണ്ട് ഒരു മാധ്യമം വാർത്ത പുറത്തുവിടുന്നു. അവസാനം പരാതിക്കാർക്ക് പരാതി കൊടുക്കാൻ നിർബന്ധിതരാകേണ്ടുന്ന സാഹചര്യം. ആ മാധ്യമങ്ങൾ ആരും പത്തനാപുരത്ത് നടക്കുന്ന ഗാർഹിക പീഡനം കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുകയല്ല, കേവലം ഒരു സ്ക്രീൻഷോട്ടും ഒരു ഓഡിയോ ക്ലിപ്പും വെച്ചുകൊണ്ട് കേരളത്തിലെ ഒരു MLA താഴെ ഇറക്കാനും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും അയാളെ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താനും പവറുള്ള ശക്തിയുള്ള 20ഓളം മാധ്യമങ്ങൾ നിൽക്കുന്ന കേരളത്തിൽ ഒന്നാം ഭാര്യയെ തല്ലിച്ചതച്ച ആൾ, 2ാം ഭാര്യയെ തല്ലിച്ചതച്ച പരാതി പോലീസിന്റെ ഔദ്യോഗിക നമ്പറിലേക്ക് വിളിച്ച് പരാതി പറഞ്ഞിട്ട് ആ പോലീസിനെ ക്യാൻവാസ് ചെയ്ത് FIR ഇടിക്കാതെ സെറ്റിൽ ചെയ്തൊരു സംഭവം പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ നടക്കുമ്പോൾ അയാൾ ഇപ്പോഴും മന്ത്രിയായിരിക്കുമ്പോൾ അതിലേക്ക് ശ്രദ്ധ തിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. വീണ്ടും ഈ പാലക്കാടിന്റെയും പത്തനാപുരത്തിന്റെയും ആദേശങ്ങൾ ആയതുകൊണ്ടായിരിക്കാം വീണ്ടും എന്റെ ശ്രദ്ധ അങ്ങ് പത്തനാപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പാലക്കാട് തീവാറും അതിനൊക്കെ ശേഷം വീണ്ടും 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന 5 പോരാട്ടങ്ങളിൽ ഒന്ന് പാലക്കാടിൻ്റെതായിരിക്കും. കാരണം അവിടെ NDA ടിക്കറ്റിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത് ശോഭാ സുരേന്ദ്രനാണ്. UDF ഒളിച്ചു വെക്കുന്ന വിസ്മയം എന്താണെന്ന് അധിക ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്കറിയാൻ സാധിക്കും.